നമ്മൾ ദൈവജനം സംസാരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങളൊരു വിഷയം തയ്യാറാക്കി അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതായിട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു വിഷയം തയ്യാറാക്കിയിട്ട് ആ വിഷയം വേണം അവതരിപ്പിക്കാനായിട്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് അത് അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഞാനും എല്ലാ ആഴ്ചയിലും കഴിവതും എല്ലാ ആഴ്ചയിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി തന്നെ സംസാരിക്കാം. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളുണ്ടല്ലോ. ആ ഏതെങ്കിലും ഒരു വിഷയം എടുത്താൽ അത് തന്നെ നമുക്ക് സംസാരിക്കാം എന്ന് ചിന്തിക്കുന്നു. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കൂടെ പഠിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലൈവ് ചെയ്തിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് പറയാനാണ്. ഇന്നത്തെ വിഷയം ഇതാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആരെയാണ് ആരാധിക്കേണ്ടത്? പിതാവിനെ വേണമോ, പുത്രനെ വേണമോ, പരിശുദ്ധാത്മാവിനെ വേണമോ ആരാധിക്കാൻ? ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി ബൈബിളിൽ കുഞ്ഞുങ്ങൾക്കും കൂടി പഠിക്കാനായിട്ട് ഒരു പ്രത്യേക വിഷയം തയ്യാറാക്കി അത് നമുക്ക് ചിന്തിക്കാം. ആരെയാണ് ആരാധിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പിതാവിനെ മാത്രമേ ആരാധിക്കാവൂ, യഹോവയായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, പുത്രനെ ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക. ഈ ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ പാട്ട്? പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു അല്ലേ? പരിശുദ്ധാത്മാവേ ശക്തി പകരണം, പരിശുദ്ധാത്മാവേ ശക്തി പകരണം എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് ശക്തി നൽകണമേ എന്നാണെങ്കിൽ കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിന് ശക്തി നൽകണമേ. ഇരിക്കാനായിട്ട് സീറ്റൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടോ? കസേരയുണ്ടോ? കുഞ്ഞുങ്ങളോട് നിലത്ത്. ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്നത്തെ വിഷയം ഇതാണ്, ശ്രദ്ധിച്ചോണം. പുറകിൽ താമസിച്ച് വന്നിട്ടുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. ഇന്നത്തെ വിഷയം ആരെ ആരാധിക്കണം? പിതാവിനെ വേണമോ, പുത്രനെ വേണമോ, പരിശുദ്ധാത്മാവിനെ വേണമോ? ഈ ഒരു പാട്ടുണ്ട്, ആരാധനെ സമാരാധ്യനെ, ആരാധ്യനെ സമാരാധ്യനെ, ആരിലും ഉന്നതനായവനെ ആരാധിക്കുന്നു. കേട്ടില്ലേ പാട്ട്? ആ പാട്ട് കേട്ടില്ലേ? എത്ര വർഷം പഴക്കം? സമാരാധ്യനെ എന്നാ പാട്ട് എന്ന് പറയുന്നത് സമമായി ആരാധിക്കുന്നവര്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയോ, ആ പാട്ടുണ്ടാവും. ആരാധ്യനെ സമമായി, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സമമായി, അവർ സമന്മാരാണ്. സമന്മാരായ 3 പേരായതുകൊണ്ട് സമമായി ആരാധിക്കണമെന്ന് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സമനായി ഒരുത്തനും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? ആവർത്തന പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്താ? there is no God with me, എന്നോടുകൂടെ മറ്റൊരു ദൈവം ഇല്ല. ഏക ദൈവം പറയുക, എന്നോടുകൂടെ മറ്റൊരു ദൈവം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് കേട്ടോ. നമ്മൾ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞോണം. എന്നോടുകൂടെ മറ്റൊരു ദൈവമില്ല. മലയാളത്തിൽ അങ്ങനെ ഇല്ല, ഇംഗ്ലീഷിലാണ്. there is no God with me. ഞാൻ എൻ്റെ മഹത്വവും എൻ്റെ സ്തുതിയും ഒരുത്തനും വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ യേശുവിനെ ആരാധിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചിന്ത ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. എൻ്റെ സ്തുതിയും എൻ്റെ മഹത്വവും ഞാൻ ഒരുത്തനും വിട്ടുകൊടുക്കുകയില്ല. വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്, കുഞ്ഞാട് ആരാധനയ്ക്ക് സ്തുതിക്ക് യോഗ്യൻ, മഹത്വവും ബഹുമാനവും സകലവും സ്വീകരിപ്പാൻ കുഞ്ഞാട് യോഗ്യൻ. അവൻ അറുക്കപ്പെട്ടു, അവന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും സകലരെയും വീണ്ടെടുത്തു. അതുകൊണ്ട് അവൻ യോഗ്യനാണ് എന്ന് പറയുന്നുണ്ട്. ഒരു കൂട്ടം പറയാ യേശുവിനെ ആരാധിക്കരുതെന്ന് അല്ലേ? ഓരോ ആത്മാവ് ഈ അന്ത്യകാലത്ത് ഇപ്പം നമുക്കറിയാം, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് അല്ലേ? വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരൊക്കെ പേടിച്ച് ഭയപ്പെട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധ കോലാഹലം നടക്കുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് പല സംഭവങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കും. ആ സന്ദർഭത്തിൽ ഒരു ദിവസത്തിൽ
നമ്മുടെ നാഥൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും തന്റെ വിശുദ്ധന്മാരെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. നമ്മൾ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കണം. അവന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കണം. ആമേൻ. അപ്പോൾ ആരാധിക്കേണ്ടത് ആരെയാണ്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചേ. യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. അറിയാതെ ആരെങ്കിലും പറയുന്നത് കേട്ട്, അല്ലെ പാസ്റ്റർമാർ പറയുന്നത് കേട്ട്, ഇന്ന് പണ്ഡിതന്മാരെന്ന് ലോകം പ്രകീർത്തിക്കുന്ന വ്യക്തികൾ പറയുന്നത് കേട്ട് അത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ച നമ്മൾ പോകരുത്. ബരോക്കാർ അങ്ങനെയുള്ളവരായിരുന്നു. അവര് ഉത്തമന്മാരായിരുന്നു. കാരണം വചനം കേൾക്കുക മാത്രമല്ല, അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോകുന്നു. നമ്മുടെ ദൈവമക്കൾ അങ്ങനെയുള്ളവരാ. ഹല്ലേലൂയ. പരിശോധിക്കണം. ശ്രേഷ്ഠന്മാർ അവർ വർഷങ്ങളായില്ലേ? ഞാൻ ഏതാണ്ട് 42 വർഷത്തോളമായി. 42 വർഷമായതുകൊണ്ട് ജോയ് പാഷയ്ക്ക് യാതൊരു കുഴപ്പവും പറ്റുകയില്ല എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന വ്യക്തിയാ വിട്ടി, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എൽദോസ് ബ്രദർ പറഞ്ഞ കാര്യം, നിങ്ങൾ റെവറൻഡ് എന്ന് പറയുന്നത് കേൾക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. റെവറൻഡ് എന്ന ഒരു വ്യക്തിയെ മാത്രമേ, ആരാധനയ്ക്ക് യോഗ്യരായിട്ടുള്ളവനെ മാത്രം ഉപയോഗിക്കുന്ന ഒരു പേരാണ് റെവറൻഡ്. ഇന്ന് ഭാഷന്മാര് എല്ലാവരും റെവറൻഡ് എന്ന് കൊടുത്തില്ല. റെവറൻഡ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മുഖം ചൂട് വന്നേ, മുഖത്ത് പെട്ടെന്നൊരു വാട്ടം ഉണ്ടാകും. അവരെ ഒന്ന് ബ്രദർന്ന് വിളിച്ചു നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു, ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. 111-ന്റെ 10-ാം വാക്യം. സങ്കീർത്തനം 111-ന്റെ 10. അവർ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാണ്. ഈ ഭയങ്കരം എന്ന് പറഞ്ഞാൽ വിശുദ്ധരായ ആരുണ്ടോ അവർക്ക് വേണ്ടി മാത്രം വിളിക്കുന്ന ഒരു പേരാണ് റെവറൻഡ്. ഇംഗ്ലീഷിൽ വായിച്ചു. He is an He is a redemption unto his people. He hath commanded his covenant forever. Holy and reverend in his name. Reverend in his name. Is his name. അല്ലേ? ഈസ് ഹിസ് നെയിം. റെവറൻഡ് എന്ന് ആരെ വിളിക്കേണ്ട പേരാ? ജീവിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ യഹോവയ്ക്ക് വേണ്ടി യഹോവ വിളിക്കേണ്ട പേര് മാത്രമാ റെവറൻഡ് എന്നുള്ള പേര്. പോപ്പിനെ ഹോളി ഫാദർ എന്നാ വിളിക്കുന്നത്. അതുപോലെ ഇത് ഇവിടുത്തെ പാഷന്മാര് മുഴുവൻ എടുത്തിരിക്കുക. അവരുടെ പേരിന്റെ ഒപ്പം റെവറൻഡ് എന്നും കൂടെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു രസമില്ല. അവരുടെ മുഖം ചൂളുവല്ലേ. ഇന്ന് വലിയ സ്ഥാനത്തിരിക്കുന്ന ഭാഷന്മാരെ ബ്രദർ എന്നൊന്ന് വിളിക്കാവോ? മൈൻഡ് ചെയ്യുകയില്ല. അവര് പെട്ടെന്ന് ആണ്ടോ നിങ്ങളെ വിളിക്കുന്നു പറയും. തന്നെയാ വിളിക്കുന്നറിയാം. ഇവർക്കൊന്നും ഇഷ്ടപ്പെടുകയില്ലെന്ന്. റെവറൻഡ് എന്ന് ആരെ വിളിക്കാവൂ? ഭയങ്കരനായി ആരാധനയ്ക്ക് യോഗ്യനായി ഒരുവരെ വിളിക്കേണ്ട പേരാണ് റെവറൻഡ് എന്ന്. അവരെ മാത്രം ഉള്ള പേരാ റെവറൻഡ് എന്ന് വിളിക്കേണ്ടത്. അത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ എൽദോസ് ബ്രദർ ഒരു ചെറിയ വിശദീകരണം തന്നു. എന്താ? ഒരുവൻ റെവറൻഡ് എന്ന ഒരുവന് പേരിട്ട അവരുടെ പേരിനോട് കൂടെ റെവറൻഡ് ശങ്കരൻ, അല്ലേ? റെവറൻഡ് ശങ്കുണ്ണി എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഇവൻ ആരാധന സ്വീകരിക്കാൻ നെഞ്ചും വിരിച്ച് നിൽക്കുന്നവനാ. എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തരും വിട്ടുകൊടുക്കയില്ല. ഹല്ലേലൂയ.
ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഘടനയിൽ ഏറ്റവും ഞാനായിരുന്ന ഒരു സംഘടനയുടെ ഏറ്റവും പരമോന്നത പദവിയാണ് റവറണ്ട് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരെ അങ്ങനെ ഇടും. എൻ്റെ കയ്യിലുള്ള ആ ലൈസൻസ് ഇന്നും റവറണ്ട് KJ ജോയി എന്നാണ് ഇട്ടിരിക്കുന്നത്. റവറണ്ട് KJ ജോയി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഫയലുകൾക്കെല്ലാം ഏറ്റവും അടി കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത് മോളി വരേണ്ട സാധനമല്ല, ഇവരെല്ലാവരുടെയും അടിയിൽ പോയി ഇരിക്കേണ്ട പാർട്ടിയാണ്. റവറണ്ടെന്ന് വെച്ചോ അവൻ എല്ലാവരുടെയും അടിയിൽ പോയിരുന്നോണം. കർത്താവായ യേശു ക്രിസ്തു അവൻ ദാസനായ ലോകത്തിലേക്ക് വന്നു, അല്ലേ? അപ്പം ദൈവമഹത്വം, എൻ്റെ മഹത്വം, എൻ്റെ സ്തുതിയും ഞാൻ ഒരുത്തനും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ മഹത്വവും സ്തുതിയും വേണമെന്ന് ആഗ്രഹിച്ച ഒരുവനുണ്ടായിരുന്നു. ആരാ? സാത്താൻ. ഞാൻ അത്യുന്നതങ്ങൾക്ക് സ്വർഗീയ സിംഹാസനത്തിന് മീതെ കയറും, അത്യുന്നതനോട് സമനാകും, എനിക്ക് റവറണ്ടാകണം എന്ന് ആദ്യം ആഗ്രഹിച്ച വ്യക്തി ആരാ? ലൂസിഫർ, സാത്താനാണ്. അപ്പൊ ഒത്തിരി റവറണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോ പെന്തക്കോസ്തയിൽ ഒത്തിരി റവറണ്ട് കുഞ്ഞുങ്ങൾ. ഞാൻ റവറണ്ടാകും എന്ന് ആഗ്രഹിച്ച സാത്താന്റെ കുഞ്ഞുങ്ങള് ബൈബിളും കക്ഷത്ത് വെച്ചുകൊണ്ട് ആരാധിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, അവർ പ്രവചിക്കുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കണം, ആരെയാണ് ആരാധിക്കേണ്ടത്, ആരാധന ആർക്ക് കൊടുക്കണം എന്ന് അറിഞ്ഞ് ആരാധിക്കുന്നവരാണ് ഭാഗ്യമുള്ളവര്. ആമേൻ. നമ്മുടെ ഇവിടെ ആരെങ്കിലും റവറണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. നാളെ ഭാവിയിൽ ഇതിൻ്റെ ഒരു റവറണ്ട് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? റവറണ്ടിമാരും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഇന്ന് പല സംഘടന സ്ത്രീകളെ ആ പദവിയിലേക്ക് വിടുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആരെ ആരാധിക്കണം എന്ന് നമ്മൾ അറിയുക. അതിന് മുന്നോടിയായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ ആരെ ആരാധിക്കരുത് എന്ന് അറിഞ്ഞതിന് ശേഷം ആരാധിക്കേണ്ടത് ആരെയാണ് എന്ന് നമ്മൾ അറിയണം. മനസ്സിലാവുന്നുണ്ടോ മോനെ? ഉണ്ടോ? എന്താ ഇന്നത്തെ വിഷയം? എന്താ? ആരെ ആരാധിക്കണം. പിന്നെ അടുത്തത് പിതാവിനെ വേണോ, പുത്രനെ വേണോ, പരിശുദ്ധാത്മാവിനെ വേണോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ഇവിടെ വേണം. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കൂടുതൽ നിങ്ങളെ കൂടെ പഠിപ്പിക്കുക. ടീച്ചറുണ്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ ടീച്ചറുണ്ട്. എങ്കിൽ തന്നെയും ഞാനും എനിക്ക് കിട്ടുന്ന സമയം അതിനുവേണ്ടി വിനിയോഗിക്കുക. ആരെ ആരാധിക്കണം? ഹല്ലേലൂയ. പിതാവിനെ വേണോ, പുത്രനെ വേണോ? അപ്പൊ ആരെ ആരാധിക്കരുത്? ഒന്നാമത് ആരാധിക്കാൻ പാടില്ലാത്തത് എന്താണ്? ആരെ ആരാധിക്കരുത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം വായിക്കാം. ആവർത്തനം 4-ന്റെ 15-16 വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉണ്ടോ? ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാ, നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. പിന്നെ യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഏതുകൊണ്ട് രൂപമൊന്നും കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇടജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെ സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. എന്താ പറയുന്നത്? വഷളത്വം പ്രവർത്തിക്കരുതെന്ന. ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷന്റെയോ ഒരു മൃഗത്തിന്റെയോ ഒരു മത്സ്യത്തിന്റെയോ ഒരു ഇടജാതിയുടെയോ രൂപമുണ്ടാക്കി വെച്ചാൽ അത് വഷളത്വമാണ്. അതെ, ഈ വഷളത്വത്തിന് നമ്മൾ കൂട്ടുനിൽക്കരുത്. ഈ വഷളത്വത്തിന് നമ്മൾ കൈയടിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ കുഞ്ഞുങ്ങളെ?
വിഗ്രഹമൊന്നും അത് മാതാവിൻ്റെ ആണെങ്കിലും പുണ്യവാളന്മാരുടെ ആണെങ്കിലും ഔസേപ്പിതാവിൻ്റെ ആണെങ്കിലും അല്ലേ, അതുപോലെ എന്തിൻ്റെ ആണെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ അതിനെ വിഗ്രഹത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താ? വഷളത്വമാണ്. എന്ന് പറഞ്ഞ ആരാധനയ്ക്കായി, മറ്റുള്ളവരുടെ ആരാധന സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന എന്തും അത് വിഗ്രഹാരാധനയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. റവറണ്ട് എന്നൊരുത്തൻ അവൻ്റെ പേരിനോടൊപ്പം റവറണ്ട് എന്ന് വെച്ചാൽ അതെന്താ? വഷളത്വമാ. അത് വിഗ്രഹാരാധനയാ. അത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കേണ്ട പേരാ. അത് റവറണ്ട് എന്ന് വെച്ച് അത് തന്നെയല്ല, റവറണ്ട് എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേക ഒരു ബഹുമാനം അല്ലേ, ഒരു പ്രത്യേക ഒരു കസേര എടുത്ത് അവർ പിന്നെ വന്നിങ്ങനെ ഇരിക്കുക. പിന്നെ പാട്ട് പാടുമ്പോൾ കൈയടിക്കുകയൊന്നുമില്ല, അനക്കാൻ പാടില്ല, കൈ അനക്കാൻ പാടില്ല, ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് വെറുതെ. ഏതാ? റവറണ്ടന്മാർ. അപ്പോ ഈ ആരാധനയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ പേരിനോടൊപ്പം ഉപയോഗിക്കുക. ഇപ്പൊ പാസ്റ്റർ എന്ന് ഉപയോഗിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളെക്കാൾ എന്തോ വലിയ പദവിയിൽ. അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ? പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാ. ഇടയൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാസന്, ആടുകളെ തീറ്റുന്ന അല്ലേ, ദാസനാണ്. ഹല്ലേലൂയ. അവൻ ദാസനായി ഈ ലോകത്തിൽ കടന്നു വന്നു, വേഷത്തിൽ മനുഷ്യനായി എന്നാ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യ സാദൃശ്യത്തിലായി. ഹല്ലേലൂയ. അപ്പൊ മറ്റുള്ളവരുടെ ബഹുമാനം പറ്റത്തക്ക വിധത്തിൽ എന്തെങ്കിലും നമ്മൾ അതിന്റെ പിൻപറ്റുന്നുവെങ്കിൽ അതിന് പറയുന്ന, ബൈബിൾ പറയുന്ന പേര് വിഗ്രഹാരാധന, ബൈബിൾ പറയുന്ന പേര് വഷളത്വം. വിഗ്രഹാരാധന ശരിയാ, വഷളത്വം എന്നാണ്. ആമേൻ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ വലിയ റവറണ്ടെന്ന് വെച്ച് വരുന്ന ആരെയും നമ്മൾ കൂടുതൽ മാനിക്കണ്ട. അവൻ ബ്രദർ എന്നുള്ളത് അവൻ അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കട്ടെ, അല്ലെങ്കിൽ അവനോട് വേറെ വല്ല പണിയും പോയി നോക്കാൻ പറ. ഹല്ലേലൂയ. കാരണം ഇവിടെ നമുക്ക് ആവശ്യം സഹോദര ബന്ധമാണ്. ഞാൻ നിങ്ങളുടെ സഹോദരനായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരികളുമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഒരു റവറണ്ടന്മാരും കാണുകയില്ല. കാണുമോ? ഇല്ല. അപ്പൊ ആരാധനയിൽ എന്തുണ്ടാകാൻ പാടില്ല? വിഗ്രഹങ്ങളെ ആരാധിച്ച് വിഗ്രഹം വാർത്തുണ്ടാക്കി ഇന്ന് ദേവാലയത്തിന്റെ നടുക്ക വിഗ്രഹം വെച്ചിരിക്കുന്നത് അല്ലേ. പണ്ടൊരു ഭക്തനായ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു പ്രവാചകനായിട്ട് ഇന്ന് ആ ദേവാലയം മുഴുവനും മോളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലൊരു കാന്തോടെ വെച്ചിട്ടുണ്ട്, ഇടിവെട്ടേക്കാതെ. ഇടിവെട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്ന പാർട്ടി അവിടെ നിൽക്കുന്നുണ്ട് മോളിൽ. ഒരു നല്ല ഭൂചലനം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? തലയെ കുത്തി താഴെ വീഴും. ഒരു 40 വർഷത്തിന് മുമ്പ് കൊച്ചിക്കടുത്ത് ചന്തപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ താമസിക്കുന്ന അടുത്തായിരുന്നു. അവിടെ മീൻ വരുന്ന ഒരു കൊച്ചു ഹാർബർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 40 വർഷത്തിന് മുമ്പാണ് കേട്ടോ. അവിടെ ഒരു പത്രോസിൻ്റെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൈയൊക്കെ വെച്ച് അനുഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ പിന്നെ ഏക്കോ പോക്കോ രണ്ട് കയ വെട്ടിയെന്ന് പറഞ്ഞ പോലെ ഈ തിരമാലയ്ക്ക് വല്ലതും ഇത് പത്രോസാണ്, വിശുദ്ധ പത്രോസാണ് നിൽക്കുന്ന വല്ലതും അറിയാവോ? നല്ലൊരു തിരമാല വന്നപ്പം എന്ത് ചെയ്തു? എല്ലാവരും അനുഗ്രഹിച്ച് നിൽക്കുന്ന പത്രോസ് നടുവൊടിഞ്ഞ് കാല് ഒടിഞ്ഞ് മുകളിലോട്ട് ദൈവത്തെ അനുഗ്രഹിക്കാൻ നിൽക്കുക. പിന്നെ പൊടി പോലും ഇല്ല, കാണാനില്ല. ഹല്ലേലൂയ. വിഗ്രഹങ്ങൾക്ക് പെയിന്റ് അടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ദൈവത്തിന്. ഇന്നെന്തായിരുന്നു പണി? പെയിന്ററോട് ചോദിക്കുക. ഇന്ന് നമ്മുടെ മറ്റേ മാതാവിന് പെയിന്റ് അടിക്കുകയായിരുന്നു പറയും, ഔസേപ്പിതാവിന് പെയിന്റ് അടിക്കുകയായിരുന്നു അല്ലേ. മാതാവിനും ഔസേപ്പിതാവിനും ഒക്കെ പെയിന്റ് അടിച്ചേച്ച് ഇത് താഴെ വീണാൽ എന്ത് സംഭവിക്കും? ഇത് താഴെ വീണാൽ കയറി പിടിച്ചാൽ ബലത്തോടെ പിടിക്കാൻ പറ്റുമോ?
ഒത്തിരി വിചിത്രമായ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വിഗ്രഹാരാധന, വിഗ്രഹത്തെ വാർത്ത് അതിന് പെയിന്റ് അടിക്കുകയും അത് അബദ്ധത്തിൽ അത് താഴെ വീണിട്ട് ചെതറിക്കിടക്കുന്ന കാഴ്ച കണ്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ പറയുന്നു, നിങ്ങൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ ആരാധിക്കരുത്, അവയെ വണങ്ങരുത്, അവയുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. വിഗ്രഹാരാധന പാപമാണ്. ഒന്നാമത് അറിയണം, വിഗ്രഹാരാധന പാപമാണ്. അവൻ നമുക്കറിയാം, ഇവിടെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ, പൂർണ്ണമായിട്ട് കുടുംബത്തിൽ നിന്ന് ഭാര്യയും ഭർത്താവും വരാൻ പറ്റില്ലാതെ വിഗ്രഹാരാധനയുടെ പിടിയിൽ വേദനപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ഇരിപ്പുണ്ട് അല്ലേ? അവർക്ക് വലിയ വേദനയുണ്ട്, ചില നിർബന്ധം. ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, ഈ ലൈവ് പോകുന്നതുകൊണ്ട്. അവരൊക്കെ പ്രാർത്ഥിച്ച് ഉള്ളു നൊന്താണ്. ചില സന്ദർഭങ്ങളിൽ അവരുടെ കുടുംബക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചിലതൊക്കെ ചെയ്യേണ്ടത് വരും. ചെയ്യല്ല, ചെന്ന് നിൽക്കേണ്ടി വരും. അപ്പോൾ ഉള്ളു എങ്ങനെയാണ്? വളരെ വേദനപ്പെട്ടാണ്. അപ്പോൾ വിഗ്രഹാരാധന പാപമാണ്. ഒന്നാമത് അറിഞ്ഞിരിക്കണം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹാരാധന പാപമാണ്. ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് 20:4 വായിച്ചേ. 20:4. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും വരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയെ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. നിന്റെ ദൈവമായ യഹോവ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ ബാധിക്കുന്നവരിൽ പിതാക്കന്മാരെ അകത്യ 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കിയതിനെ ആരാധിക്കരുത്. വിഗ്രഹാരാധന പാപമാണ് എന്ന് ഒന്നാമത് ഒരു ക്രിസ്ത്യാനി പഠിക്കണം. ഒരു ക്രിസ്ത്യാനി അത് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഒരിക്കലൊരു പ്രവാചകൻ ദേവാലയത്തിന്റെ നടുക്ക് യേശുവിന്റെ തൂങ്ങപ്പെട്ട രൂപം കൊണ്ട് നാട്ടിവെച്ചു, ഒരു തടി കൊണ്ട് തീർത്തിട്ട്. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചെന്ന് അയാള് പറഞ്ഞു. ആരാ? ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി, ബ്രൺഹാം എന്ന് പറയും. ഈ ബ്രൺഹാം എന്ന് പറയുന്ന വ്യക്തി ദേവാലയത്തിന്റെ നടുക്ക് വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു. ഹല്ലേലൂയ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ തമ്പുരാന്റെ കൽപ്പനയെ നിഷേധിച്ച് വഷളത്വം പ്രവർത്തിച്ചിട്ട് ഇത് പരിശുദ്ധാത്മാവാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ആരാ അവിടെ കുഴപ്പക്കാരൻ? പരിശുദ്ധാത്മാവിനെ തൻ്റെ അനീതിക്ക് കൂട്ടുപിടിപ്പിക്കുക. ബ്രൺഹാം എന്ന് പറയുന്ന വ്യക്തിയെ പിന്തുടരുന്ന വ്യക്തിയോട് ഈ ചോദ്യം ചോദിച്ചിട്ട് അവരിന്നേ വരെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇനി രണ്ടാമത്, ഒരു ഭാഗം കൂടെ വായിച്ചു. ഈ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് കൂടുതൽ. ഇരമ്യാവ് 10 ഒന്നുപോലെ വായിച്ചേ. ഇരമ്യാവ് 10 യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾക്കുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്. ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. ഒരു കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി ഉളികൊണ്ട് ചെയ്ത പണിയും അത്രേ. വെള്ളരിത്തോട്ടത്തിലെ വെള്ളരിത്തോട്ടത്തിലെ കോലങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളരിത്തോട്ടത്തിൽ, പാവയ്ക്കാത്തോട്ടത്തിലും പച്ചക്കറിത്തോട്ടത്തിലും വേണ്ട. പണ്ടൊക്കെ വീട് പണിയുമ്പോൾ 2 നില വീടാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ചട്ടി കൊണ്ടൊക്കെ ഉണ്ടാക്കി, ഒരു മുഖമൊക്കെ ഉണ്ടാക്കി, ഒരു കൊമ്പമീശയൊക്കെ ഉണ്ടാക്കി അവിടെ ഫിറ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ടൊരു വടിയും കൈ കൊടുത്തേക്കും.
എന്താ വടി ഫിറ്റ് ചെയ്യിച്ചിട്ട് പിന്നെ വൈക്കോൽ കൊണ്ട് എന്തുണ്ടാക്കും? തലയെല്ലാം ഫിറ്റ് ചെയ്ത് കാലിനകത്തും പിന്നെ ഷർട്ടിൻ്റെ അകത്തെല്ലാം വൈക്കോലായിരിക്കും, അല്ലെങ്കിൽ പഞ്ഞിയായിരിക്കും, അല്ലെങ്കിൽ വലിച്ചു കീറി കളഞ്ഞ പഴയ ബെഡിൻ്റെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ വടിയും പിടിച്ച് നിൽക്കും. ഈ പച്ചക്കറിത്തോട്ടത്തിലൊക്കെ കാണും അല്ലേ? ഇങ്ങനെ ആ കോലങ്ങളെന്ന് പറയും. ഇങ്ങനെ ഒരു നിപ്പ് നിൽക്കുകയല്ലാതെ കൈയനക്കി കാലനക്കി. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൈയുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ശ്വസിക്കുന്നില്ല, നാവുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. ഹല്ലേലൂയ. അത് വെള്ളരിത്തോട്ടത്തിലെ കോലങ്ങളാണ്. അത് ജാതികളുടെ വഴിയാണ്. ജാതികളുടെ വഴി നിങ്ങൾ അനുകരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. ഹല്ലേലൂയ. അടുത്ത രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4:19. അതല്പം നീണ്ടുപോകും. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് ഞങ്ങൾ കണ്ടു കേട്ടിരിക്കുന്നത് പ്രസ്താവിപ്പാൻ കഴിയുന്നതല്ല. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മാത്രപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായതുകൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് ഭാഗം വായിച്ചേ? 4:20 അല്ലേ? നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10:26 ഒന്ന് വായിക്കാം. 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. എഴുന്നേൽക്ക. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു. അനേകം വന്നു കൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരുടെ അടുക്കൽ ചെല്ലുന്നത് അവനുമായി മതി. പത്രോസ് പറഞ്ഞു, എന്താ? എഴുന്നേൽക്ക. വായിച്ചു. നമസ്കരിച്ചു. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യൻ അത്രേ എന്ന് പറഞ്ഞു. ചേർന്ന് വായിച്ചു. 14:11 മുതൽ വായിച്ചു. 14:10 മുതൽ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 14:10 മുതൽ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരുടെ പേര് ഇവർക്ക് കൊടുത്തു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തേക്ക് കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിക്കുവാൻ ഭാവിച്ചു. യാഗം കഴിക്കാൻ, ദൈവത്തിന്റെ മുൻപിൽ യാഗം കഴിക്കുന്ന വിധത്തിൽ ഇവരിലൂടെ ചില അത്ഭുതങ്ങൾ നടന്നപ്പോൾ യാഗം കഴിക്കാൻ തീരുമാനിച്ചു. ആരുടെ മുമ്പിലാ? പൗലോസിന്റെ മുൻപിൽ. വായിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട്, ഇത് അപ്പോസ്തലന്മാർ ഇത് കേട്ടു. തങ്ങളെ ആരാധിക്കാൻ പോവുക, തങ്ങളെ റെവറണ്ടാക്കാൻ പോവുകയാണെന്ന് കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യം, ഈ ആരാധന വിട്ട്, മനുഷ്യനെ ആരാധിക്കുന്ന ഈ പദ്ധതി വിട്ട്, ശ്രീകാമാരെ ആരാധിക്കുന്ന, ശ്രീകാമാരുടെ മുമ്പിൽ തിരികൊളുത്തുകയും പൂജാർത്തുകയും ചെയ്യുന്ന ഈ ആരാധന വിട്ടിട്ട്, ഈ വ്യർത്ഥ കാര്യം വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം. ഞങ്ങളുടെ സുവിശേഷം ഇങ്ങനെയാ. ശ്രീകമാരെ നിങ്ങൾ ആരാധിക്കരുത്. അത് ആരാധിക്കേണ്ട വ്യക്തിയല്ല, ആരാധിക്കേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ
പൗലോസിന്റെ അടുത്തും പത്രോസിന്റെ അടുത്തും ആരാധിക്കാൻ ചെന്നത് ജനത്തോട് ചെന്ന് എന്ത് പറഞ്ഞു? ഞങ്ങൾ കേവലം മനുഷ്യരാണെന്നേ, നിങ്ങളെപ്പോലുള്ള മനുഷ്യരാ, ഞങ്ങളെ ആരാധിക്കണ്ട. അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പുണ്യവാളന്മാരെ ആരാധിക്കരുത്. ഇന്ന് പുണ്യവാളന്മാരുടെ രൂപം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ തിരിയും കൊളുത്തി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആരാധിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താന്? ഇറങ്ങി ഓടിയാനോ അവരില്ലേ? ഓടുകല്ലേ? അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് പറഞ്ഞേരം ഇതരുത്, ഈ ഭക്ഷണത്തെ നിർത്ത്, ജീവനുള്ള ദൈവമുണ്ട്, അവനെ നീ ആരാധിക്ക്, ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് വിഗ്രഹത്തെ ആരാധിക്കരുത്, 2 പുണ്യവാളന്മാരെ ആരാധിക്കരുത്. ഇനി അടുത്തത് ആവർത്തനം 4:19 ഒന്ന് വായിച്ചേ. ആവർത്തനം 4:19 വായിച്ചായിരുന്നോ? വായിച്ചാലും കുഴപ്പമില്ല, ഒന്നുകൂടെ വായിച്ചോ, കുഴപ്പമില്ല. നീ ആകാശസൈന്യമായ സൂര്യനെയും ആ ചന്ദ്രനെയും ആ നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ ആ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടുന്നു. അവയെ ആ ആ വശീകരിക്കപ്പെടരുത്. ആരെ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കരുത്. ഇന്ന് സൂര്യനെ ആരാധിക്കുന്നവരുണ്ടോ? ആരൊക്കെയുണ്ട്? ഹിന്ദുക്കൾ സൂര്യനെ ആരാധിക്കും, ഞാനത് കണ്ടിട്ടുണ്ട്. കത്തോലിക്കര് ഈ സാധനം ഇങ്ങനെ പൊക്കുന്ന അവസരത്തിൽ അതിന് ബൈബിൾ പറയുന്ന പേരെന്താ? സൂര്യബിംബം. ബൈബിളിൽ സൂര്യബിംബം എന്ന് പറയുന്നുണ്ട്. അവരെ ഈ ഓസ്തി എല്ലാം കൂടെ എന്താ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ സൂര്യന്റെ ആകൃതി ഇതില്ലേ, സൂര്യസ്തംഭമാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിയും സൂര്യനെ ആരാധിക്കുന്നു, സൂര്യനെ ആരാധിക്കുന്നു. ആ കുരിശിനകത്തുമുണ്ട് സൂര്യൻ, അതാണ് സൂര്യാരാധന. അപ്പൊ ക്രിസ്ത്യാനിയും സൂര്യനെ ആരാധിക്കുന്നവരാ. ഹിന്ദുക്കൾ പിന്നെ വിഗ്രഹാരാധികളാണ്. അവർക്ക് അങ്ങനെ വായിച്ചോ യൂസൂര. അവനെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിലെ വാതിൽക്കൽ മണ്ഡപത്തിന് യാഗപീഠത്തിന് നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ടും നിന്നു. പിന്നെ അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. സൂര്യാരാധന. കിഴക്കോട്ട് നോക്കി ആരാധിക്കുന്നില്ലേ? അത് കത്തോലിക്കയാണെങ്കിലും കൊള്ളാം, യാക്കോബിയാണെങ്കിലും കൊള്ളാം, ഏത് സഭയാണെങ്കിലും കൊള്ളാം, കിഴക്കോട്ട് നോക്കിയുള്ള ആരാധന ഏതാരാധനയാ? സൂര്യാരാധനയാണ്. മറ്റൊരു 1-2 ഭാഗത്ത് പറയുന്നുണ്ട് സൂര്യബിംബം എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ വാക്യം എടുത്തു തരാം. ഇപ്പൊ നമ്മുടെ വിഷയം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഹല്ലേലൂയ. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പൊ 3 കാര്യം പഠിച്ചു മക്കളെ. ഒന്നാമത് എന്താരാധിക്കരുത്? വിഗ്രഹത്തെ. 2 പുണ്യവാളന്മാരെ ആരാധിക്കരുത്. 3 സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശ സൈന്യത്തെ ആരാധിക്കരുത്. ഈ ആരാധനയ്ക്കെല്ലാം ബൈബിൾ പറയുന്ന പേരെന്തുവാ? വഷളത്വം അല്ലെങ്കിൽ വിഗ്രഹാരാധന. അത് പഠിക്കുന്ന വിധത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം, ഉറച്ചിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ആരും ഉറങ്ങുന്നില്ലല്ലോ? ഉണ്ടോ? ഇല്ല. അടുത്ത വാക്യം വെളിപ്പാട് 22:9. എന്നാൽ അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരെ സർവ്വസത്യത്തിനകത്ത് ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ 8 വായിച്ചേ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ
അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരനായ പ്രവാചകന്മാരുടെയും ആ ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരെയും ആ സഹവൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കണം. അപ്പോൾ ഇവിടെ ആരെ ആരാധിക്കരുത്? ദൂതന്മാരെ ആരാധിക്കരുത്. ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട് കേട്ടോ, ദൂതന്മാരെ ആരാധിക്കണ്ടേ. ഇപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, പുണ്യവാളന്മാരെ ആരാധിക്കരുത്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കരുത്, പിന്നെ ദൂതനെ ആരാധിക്കരുത്. എത്രയാ? 4 കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. ഇനി 5-ാമതായിട്ട് മത്തായി 2:11 വായിച്ചേ. മത്തായി 2:11. ആ വീട്ടിൽ അവർ അത്യന്തം സന്തോഷിച്ചു. അവർ അത്യന്തം നക്ഷത്രം കണ്ടതുകൊണ്ട് ആ അവർ അത്യന്തം സന്തോഷിച്ചു. ആ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് ശിശുവിനെ, ശ്രദ്ധിക്കണേ, ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. വീണ് അവരെയല്ല നമസ്കരിക്കേണ്ടത്, അവനെ നമസ്കരിച്ചു. ആരെ? യേശുവിനെ നമസ്കരിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, മാതാവിനെ ആരാധിക്കരുത്, നമസ്കരിക്കരുത്. അതുകൊണ്ട് മാതാവ് മോശമാണെന്നാണോ? അല്ല, വിശുദ്ധമായിട്ട് ജീവിച്ചതാ. ഇന്നുള്ള പല മറിയമാര് ജീവിക്കുന്നതിനേക്കാൾ മാന്യമായിട്ട് ജീവിച്ചതാണ്. യേശുവിന് ആ ജഡശരീരത്തിന് വഹിച്ച ആ പാത്രം, ഹല്ലേലൂയ, ദൈവം മാന്യമായി ആ പാത്രത്തെ ബഹുമാനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളും മാതാവിനെ ബഹുമാനിക്കണം. ഹല്ലേലൂയ. നമ്മൾ മാതാവിനെ ബഹുമാനിക്കണം, പക്ഷേ ആരാധിക്കരുത്. ആരാധന ഒരു മനുഷ്യന് കൊടുക്കാൻ പാടില്ല. ബഹുമാനിക്കണം. നമ്മൾ ബഹുമാനിക്കുന്നത്, നമ്മളല്ലേ കൂടുതൽ മാതാവിനെ ബഹുമാനിക്കുന്നില്ലേ? എന്താ കാരണം? നമ്മൾ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി. നമ്മുടെ അമ്മ മരിച്ചാലേ നമ്മൾ അമ്മയുടെ ഒരു രൂപം ഉണ്ടാക്കി കാക്ക തൂറാൻ, കാക്കയുടെ കക്കൂസ. പണ്ട് കാക്കകളെല്ലാം കൂടി ഇരുന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞ ഒരു രൂപം വെച്ചപ്പോൾ കാക്കകളെല്ലാം ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റാണ്. നമുക്കവർ വീണ്ടും ഒരു കക്കൂസ് പണിത് തന്നിട്ടുണ്ട്. എന്താ? ഏതോ ആളുടെ ഒരു പ്രമുഖൻ്റെ വിഗ്രഹം അവിടെ കൊണ്ട് വെച്ചു. ഇതിൻ്റെ മുകളിൽ ആര് കയറി ഇരുന്ന് കാഷ്ടിക്കും? കാക്കയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഉണ്ടോ? നമ്മൾ മാതാവിൻ്റെ രൂപം ഉണ്ടാക്കാത്തതിന് കാരണം എന്തുവാ? എന്നിട്ട് അതിൻ്റെ മുൻപിൽ എന്ത് ചെയ്യും? മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? ഒരു പെട്ടി വെക്കും, അല്ലേ? ആരാ പൈസ ഇടുന്നേ? കൂടുതൽ വിടുന്ന ആരാ? കള്ളന്മാരാ ആയിരിക്കും, അല്ലേ? ഞാൻ ഇന്ന വീട്ടിൽ കക്കാൻ പോവുക, മാതാവെ എന്നെ ഒന്ന് സൂക്ഷിച്ചോണം, കാണരുത്, ആരും അറിയരുത്. അങ്ങനെ മാതാവിന് നേർന്നിട്ടാണ്, മാതാവിൻ്റെ അനുഗ്രഹത്തോടെയാണ് മിക്കവാറും കള്ളന്മാർ കക്കാൻ പോകുന്നത്. അത് മാതാവിനെ മാനിക്കുന്നതാണോ? അല്ല. നമ്മൾ മാതാവിൻ്റെ രൂപമുണ്ടാക്കി ഒരു പിച്ചപ്പാത്രം അതിൻ്റെ മുൻപിൽ വയ്ക്കുകയോ കാക്ക തൂറാൻ നമ്മൾ അനുവദിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മാതാവിനെ മാനിക്കുന്നത് നമ്മളാണ്. ആരാധന ഈ ലോകത്തിൽ ഒരുവനും കൊടുക്കുകയില്ല. ഹല്ലേലൂയ. ആരാധന കൊടുക്കേണ്ടത് മൂക്കിൽ ജീവശ്വാസം ഊതിത്തന്ന ഒരു തമ്പുരാനുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മൾ വേറിട്ട് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ 5-ാമത് നമ്മൾ എന്താ ചിന്തിച്ചത്? ആരെ ആരാധിക്കരുത്? മാതാവിനെ ആരാധിക്കരുത്. വീണ് അവനെ നമസ്കരിച്ചു. താഴ്ത്ത് വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. 2-ന്റെ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്ന്, കുന്തിരിക്കം, മൂര് അവന് കാഴ്ചവെച്ചു. ഹല്ലേലൂയ. വീണ് അവനെ മാത്രമേ നമസ്കരിക്കാവൂ, വീണ് അവരെ നമസ്കരിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു, അല്ലേ? ഇനി
മത്തായിയുടെ സുവിശേഷം 4:9 ഇങ്ങോട്ട് വായിച്ച്. 6. വീണ് എന്നെ നമസ്കരിച്ചാൽ ആ, ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം ആ എന്ന് അവനോട് പറഞ്ഞു. അവരോട് പറഞ്ഞു. യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച്. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതി. ആ വാക്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. കർത്താവായ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? ആരെ ആരാധിക്കരുത്? പിശാചിനെ ആരാധിക്കരുത്. പിശാചിനെ ആരാധിക്കുന്നവരുണ്ടോ? ഉണ്ട്. പിശാച് അറിഞ്ഞുകൊണ്ട് തന്നെ പിശാചിനെ ആരാധിക്കുന്നത്. ഞാനേ ഒരമ്മച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ അമ്മച്ചി കൂടോത്രം ചെയ്യാൻ പോയി. കൂടോത്രം ചെയ്യാൻ പോയ ഒരു പ്രാർത്ഥനക്കാർക്കാണ്. ആ അമ്മച്ചി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ആ പ്രാർത്ഥനക്കാരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ അമ്മച്ചി ഇന്ന് വിശ്വാസത്തിലാണ്, കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അമ്മച്ചി അവിടെ പോയി പൈസ, ഒരു കെട്ട് പൈസ കൊടുത്തു. മന്ത്രവാദിയുടെ കയ്യിലോട്ട് പൈസ കൊടുത്തു. മന്ത്രവാദി ചോദിച്ചു, എന്താ വിഷയം? ഇന്ന വിഷയമാണ്, അവനിട്ട് നല്ലൊരു പണി കൊടുക്കണം ഈ പ്രാർത്ഥനക്കാർക്കിട്ട്. അവരുടെ ചോദിച്ചു, ഈ ആർക്കാ? നിങ്ങളുടെ അയൽവക്കത്തുള്ളതാണോ? അത് അയൽവക്കത്തുള്ളതാണ്. അവരാരാ? പേരെന്താ? ഇന്നത്. അവരെന്ത് ചെയ്യുന്നു? അവരാദ്യം എടുത്ത് പറഞ്ഞു അവർ ഈ പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞു. പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞു. ഈ മന്ത്രവാദിക്ക് അരിശം തോന്നി. ഈ പൈസ എടുത്ത് അവരുടെ ദേഹത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കേൾക്കാൻ കൊള്ളുകാരത്ത് തെറി പറഞ്ഞിട്ട് പറഞ്ഞു, എടുത്തോണ്ട് പൊക്കോണം, എനിക്കിട്ട് പണി ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചു. കാരണം പുള്ളിക്ക് മനസ്സിലായി പ്രാർത്ഥനക്കാർക്ക് കൂടോത്രം ചെയ്താൽ പണി തിരിഞ്ഞു കിട്ടുമെന്ന് മനസ്സിലായി. കൂടോത്രമോ മന്ത്രവാദമോ ചെയ്യുന്നതെല്ലാം പിശാചിനെ ആരാധിക്കുന്നതാണ്. ഒരു കാലത്ത് നമ്മുടെ കൊച്ചി തീരപ്രദേശങ്ങളിൽ അവിടെയുള്ള മത്സ്യബന്ധനക്കാരിൽ ബഹുഭൂരിപക്ഷവും, ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ കൂടോത്രം ചെയ്തിട്ടും പിന്നെ ഇവിടെ ഒരു കടമറ്റത്ത് കത്തനാരുണ്ട്. എവിടെയാ? നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴി അല്ലേ? അവിടെയും ചെന്ന് നേർച്ച നേർന്നിട്ട് മീൻ പിടിക്കും. ഇതൊക്കെ പിശാചിനെ ആരാധിക്കുക. എടാ, ദൈവത്തിന് കഴിവില്ലേ? ദൈവത്തിന് കഴിവില്ല. നമ്മുടെ ജോർസോറിനറിയാം അല്ലേ? മന്ത്രവാദം ചെയ്ത് മീൻ പിടിക്കാൻ പോകുന്ന ചരിത്രം നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ജോയ്സോറിനും അറിയാം. ഞാൻ കൊച്ചിയിൽ തീരപ്രദേശത്ത് താമസിച്ചുകൊണ്ട് ധാരാളം കുടുംബങ്ങളിൽ ഇങ്ങനെ മീൻ പിടിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഞാൻ താമസിച്ചതിൻ്റെ തൊട്ടടുത്താണ്. പുള്ളി അതിൻ്റെ മെയിൻ ഒരാളാണ്. ഒരു മകനുണ്ടായിരുന്നു. ആ മകനൊരു അസുഖം വന്നു, മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുവന്നു. അതിനുശേഷമായിട്ട് ഞാനും അടുത്ത് ചെന്നു. നമ്മുടെ ഒരു കുഞ്ഞിന് അസുഖം വന്നു മരിച്ചു. നമ്മളെന്ത് ചെയ്യും? അതിൻ്റെ ചുറ്റിലും കസേരയിട്ടിരിക്കും. വരുന്നവർ ചിലപ്പം ചുംബിക്കും അല്ലേ? ഈ കൊറോണ കാലത്ത് മാത്രമേ ചുംബനം ഇല്ലാതെ നിർത്തി വെച്ചുള്ളൂ. അങ്ങനെ ചുംബിക്കും. പക്ഷേ ഈ ഒരു വ്യക്തി ഈ കുഞ്ഞ് അപ്പനും അമ്മയും ഇവരോട് പറഞ്ഞു, ദേഹത്ത് തൊടരുത്, ചുംബിക്കരുത്, വളരെ അകന്ന് മാറി നിന്നോണം. ഈ രോഗം അത്രയ്ക്ക് മാരകമായിട്ടുള്ളൊരു രോഗമാണ്, അത് വലിയ ദോഷമുണ്ടാക്കും. മാറി നിന്ന് അടുക്കാതെ മാറി നിന്ന് കരയുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിഭയങ്കര മന്ത്രവാദം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ കൊച്ചിയുടെ തീരപ്രദേശത്തുണ്ടായിരുന്നു. അത് വളരെ കുറഞ്ഞതിൻ്റെ ഒരു ഉത്തരവാദിത്വം വിശുദ്ധ ബൈബിളിലുണ്ട്. സ്വർഗത്തിലെ തമ്പുരാനുണ്ട്. ബഹുഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും ആ പിശാചിനെ ആരാധന വിട്ടിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അവർ കത്തോലിക്കയായിരുന്നപ്പോൾ മന്ത്രവാദം ചെയ്യുന്നതിൽ കത്തോലിക്കര് വിലക്കിയിട്ടില്ല. പക്ഷേ സത്യവചനം അവരുടെ ഹൃദയത്തിൽ, സത്യവെളിച്ചം അവരുടെ ഹൃദയത്തിൽ ചെന്നപ്പോൾ അത് പാപമാണെന്ന് മനസ്സിലാക്കി, അത് വലിയ ദുരന്തമാണെന്ന് മനസ്സിലാക്കി പിശാചിനെ ആരാധന അവർ വിട്ടു. ഹല്ലേലൂയ. എത്ര കാര്യം നമ്മൾ ചിന്തിച്ചു ജോവൽ? എത്ര കാര്യം ചിന്തിച്ചു? വിഗ്രഹത്തെ ആരാധിക്കരുത്. രണ്ടാമത് പുണ്യവാളന്മാരെ ആരാധിക്കരുത്. 3 ദൂതന്മാരെ ആരാധിക്കരുത്. 4 ആകാശത്ത് സൂര്യനെ ചന്ദ്രനെ ആരാധിക്കരുത്. 5
മാതാവിനെ ആരാധിക്കരുത്. 6 പിശാചിനെ ആരാധിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണമെന്നേ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. കാരണം ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഒരു ഭാഗ്യം, വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി വായിക്കാം. ഉൽപ്പത്തി 1:8 വായിച്ചേ. ഇവിടെ പിശാചിനെ ആരാധിക്കരുത് എന്ന് പറയുന്ന അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വായിച്ചേ. ഭൂമിയിൽ പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കണ്ടു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി വിശേഷമായി വായിച്ചു. പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ആകട്ടെ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 4-ാം ദിവസം. ഇനി 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇതെല്ലാം വായിച്ചാൽ ഇങ്ങനെ എല്ലാ ദിവസവും ദൈവം സൃഷ്ടിച്ചിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താ? നല്ലത്, 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 നല്ലത് എന്ന് ആവർത്തിക്കുന്നുണ്ട്. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്. ഒന്നും മനസ്സിലായില്ല. വായിച്ചിട്ട് ഒന്നും മനസ്സിലായി. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? വല്ല മനസ്സിലായോ? അതാണ് ചിന്തിക്കേണ്ടത്. സന്ധ്യയായി വിധാനം ഉണ്ടാക്കിയിട്ട്, ആകാശത്ത് ഒരു വിധാനം ഉണ്ടാക്കിയിട്ട്, ആ വിധാനത്തിന് എന്താ? ആകാശം എന്ന് പേരിട്ട് നല്ലതെന്ന് ദൈവം കണ്ടില്ല. നല്ലതെന്ന് ദൈവം പറഞ്ഞില്ല. ദൈവം സകല സൃഷ്ടിയും സൃഷ്ടിച്ചിട്ട് നല്ലത്, 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 നല്ലത് എന്ന് ആവർത്തിച്ച ദൈവം എന്തുകൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ടാ? വായിച്ചയാൾ തന്നെ പറഞ്ഞു, റെനിമോള് തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാ നല്ലതെന്ന് പറയാഞ്ഞത്? എന്തുകൊണ്ട്? ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ആകാശത്ത് ഈ വാക്യം വായിച്ചു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് വീണു? എവിടുന്ന് വീണു? ആകാശത്തുനിന്ന് വീണു. വായിച്ചു ആ വാക്യം. വായിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ.
അതല്ല, അല്ല. 14-ാം അധ്യായം. വായിച്ചു. ശ്രദ്ധിക്കണേ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. ഞാൻ പവറുണ്ടാവുമെന്ന്. ഞാൻ സ്വർഗത്തിൽ കയറി ഭയങ്കരനാകുമെന്ന്. എന്റെ സിംഹാസനം ഇരുന്നരുളും. അവിടെ ഇരുന്ന് ഞാൻ അരുളും. ഉത്തരപർവ്വതത്തിൽ എന്ന് പറഞ്ഞാൽ, ഉത്തരപർവ്വതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ ഭയങ്കരനായി തീരുമെന്ന്. വായിച്ചു. മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. അത്യുന്നതനോട് സമനാകും. എന്നല്ലോ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ ആകാശത്ത് ആര് കയറും? സാത്താൻ കയറിയിരിക്കുമെന്ന് ആകാശം സൃഷ്ടിച്ച ദൈവത്തിനറിയാം. അതുകൊണ്ട് ആകാശം സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് ദൈവം പറഞ്ഞില്ല. കാരണം ആകാശം അടക്കി ഭരിക്കാനായിട്ട് ഇവൻ കയറിയിരിക്കുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റുള്ള എല്ലാ സൃഷ്ടിയും നോക്കിക്കൊണ്ട് നല്ലത് 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 എന്ന് പറഞ്ഞ തമ്പുരാൻ ആകാശത്തെ നോക്കിക്കൊണ്ട് നല്ലതെന്ന് പറഞ്ഞില്ല. അവിടെ ഒരു ശക്തിയുണ്ടെന്ന്, അവിടെ ഒരു ശക്തി കയറിയിരിക്കുമെന്ന് സ്വർഗത്തിലെ തമ്പുരാൻ അറിയാം. അതുകൊണ്ടാണ് ഒരു ദിവസം ആകാശത്തിന്റെ ശക്തിയെ ഞാൻ ഇളക്കിക്കളയും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പുറകിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ആകാശത്തെ ദൈവം സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ്? ഇവിടെ കയറി ആരിരിക്കും? സാത്താനിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ ആകാശങ്ങളിലിരിക്കുന്ന വാവയുണ്ടല്ലോ, നമ്മൾ പണ്ട് പാടിക്കൊണ്ട് നടന്ന ഏതാ? ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. പിന്നെ ഇപ്പം തോന്നും വേണ്ട, നമുക്ക് മനസ്സിലായി. ഈ പാട്ട് വേറെയാണെന്ന് മനസ്സിലായി. ആകാശത്തിരിക്കുന്ന വാവ നാം ആരാധിക്കുന്ന യേശു അല്ല, സ്വർഗീയ പിതാവല്ല. നമ്മുടെ ദൈവം ആകാശത്തല്ലിരിക്കുന്നു. അവൻ സ്വർഗത്തിൽ, ആകാശത്തിനും മീതെ ഏറ്റവും ഉന്നതനായി അവൻ വിളമ്പുകയാണ്. സ്വർഗത്തിലൊരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ നമ്മളെ ഭരിക്കുകയാണ്. അവൻ നമ്മളെ വഴി നടത്തുകയാണ്. അവൻ നമ്മളെ മുൻപോട്ട് നയിക്കുകയാണ്. ആകാശത്തിരിക്കുന്ന വാവ നമ്മുടെ ദൈവമല്ല. ഹല്ലേലൂയ. ആകാശരാജ്ഞി പണ്ടൊക്കെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നതല്ലേ? കത്തോലിക്കർ ആരാധിച്ചുകൊണ്ടിരുന്ന ആകാശത്തെ വാവയും ആകാശത്തിരിക്കുന്ന ആകാശരാജ്ഞി. ബൈബിളിലുണ്ട് ആകാശരാജ്ഞി ആരാണെന്ന്. അതൊരു ദേവതയാ. സ്വർലോകരാജ്ഞി എന്നും ആകാശരാജ്ഞി എന്നും പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ആകാശരാജ്ഞി എന്ന് പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ് എന്നുള്ളതിൻ്റെ, ഈ മീൻപിടി മന്ത്രവാദം ചെയ്യുന്നവരും കൂടോത്രം ചെയ്യുന്നവരും ഒക്കെ ഈ പിശാചിനെ ആരാധിക്കുന്നവരാ, ആകാശ ശക്തികളെ ആരാധിക്കുന്നവരാ. അതല്ലേ അവരൊരു കല്യാണം നടത്താൻ, മക്കൾക്ക് കല്യാണം നടത്തണമെങ്കിൽ എന്ത് ചെയ്യും? അവർ മുഹൂർത്തം നോക്കും. അതുപോലെ വീടിന് തറക്കല്ലിടുമ്പോൾ അവര് മുഹൂർത്തം നോക്കി ആ സമയത്തേ ഇടൂ, അല്ലെങ്കിൽ കോപം ഉണ്ടാകുമെന്ന്. ശിക്ഷിതമായ ദൈവത്തെയല്ല അവർ നോക്കുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ അതിനോട് ചേർന്ന് വായിക്കാം. ഹല്ലേലൂയ. എഫെസ്യർ 2:2 വായിച്ചേ. ശ്രദ്ധിച്ച് വായിക്കണേ. എഫെസ്യർ 2:2. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മിണ്ടുന്നില്ല. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും കേട്ടോ, വായിച്ച ശ്രദ്ധിച്ചോ? ആകാശത്തിലെ അധികാരത്തിന്. അപ്പൊ ആകാശത്തിൽ ആരുണ്ട്? ഒരു അധികാരിയുണ്ട്. ആ അധികാരി അവിടെ കയറുമെന്നറിയാം.
അതുകൊണ്ട് സ്വർഗീയ തമ്പുരാൻ നല്ലതെന്ന് പറഞ്ഞില്ല. ആകാശത്തില് ആ അനുസരണക്കേടിന്റെ മക്കളിൽ ആകാശത്തിന്റെ അധികാരി ഉണ്ടെങ്കിലും അത് എവിടെ വ്യാപരിക്കുന്നു? അനുസരണക്കേടിന്റെ മക്കളിൽ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ ഈ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഒന്ന് വായിച്ചേ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? മുൻപ് നമ്മൾ ആരെ ആരാധിച്ചിരുന്നു? ആകാശത്തിലെ ശക്തിയെ. ഈ ആകാശത്തിലെ ശക്തി മനുഷ്യന് ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യില്ല. മുൻപേ നിങ്ങൾ ആകാശ ശക്തിയെ ആരാധിച്ചിരുന്നവരാണ്. കരുണാസമ്പന്നായ ദൈവം നമ്മളോട് കാണിച്ച മഹാകരുണ നിമിത്തം, മഹാസ്നേഹ നിമിത്തം ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത് ഈ ആകാശ ശക്തിയെ അല്ല. ആകാശ ശക്തി നമുക്ക് വേണ്ട. ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കാത്തൊരു ഏതെങ്കിലും വിധത്തിൽ ആകാശശക്തിയെ തന്നെ ആരാധിക്കുന്നത്. അത് മന്ത്രവാദം കൊണ്ടോ അല്ലെങ്കിൽ റവറണ്ടുമാരെ ആരാധിക്കുന്ന ഏതാ ഈ ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞ പോലെ ഇപ്പുറത്തോട്ട് പേരിന്റെ അപ്പുറത്ത് കുറച്ച് ബഹുമാന പദവികളെല്ലാം കൂടി ഇട്ടിട്ട് ഏതാ ഇങ്ങനെ ഇരിക്കുന്ന ഇന്ന് വാഴുന്ന വ്യക്തികളെ ആരാധിക്കുക. ഇതെല്ലാം വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് ലൂക്കോസ് 21:26 വായിച്ചേ. ലൂക്കോസ് 21:26. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഒരിക്കൽ ആകാശത്തിന്റെ ശക്തിയെ സ്വർഗത്തിൽ തമ്പുരാൻ ഇളക്കും. ഹല്ലേലൂയ. നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം കൂടെ വായിച്ചു. 6:13 വായിച്ചു. വെളിപ്പാട് 6:13. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. മതി. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഈ ദുഷ്ടശക്തി ഉണ്ടല്ലോ, ഇവരൊരു കാലത്ത് നല്ല നക്ഷത്രമായിരുന്നു അല്ലേ? അഹങ്കാരം കൊണ്ട് അവര് തുല്യരായി ദൂതന്മാരോടൊപ്പം വസിച്ചിരുന്നവര് അഹങ്കാരം കൊണ്ട് അവർ പിശാചുകളായി മാറി. അപ്പോൾ ഈ നക്ഷത്രം ആകാശത്തിന്റെ ശക്തികൾ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കുന്ന പോലെ നല്ല മറച്ചു മാങ്ങ പഴം കായ ഉള്ള ഒരു മാവിൻ്റെ വീട്ടിൽ അവിടെ ഒരു വലിയ കൊടുങ്കാറ്റടിച്ച് അതിനെ ഇങ്ങനെ ചുഴറ്റി ഇങ്ങനെ കറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? നമുക്കതിന് ചുവട്ടി നിൽക്കാൻ പറ്റുമോ? മുഴുവൻ താഴെ വീഴും എന്ന് പറഞ്ഞ പോലെ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് ഒരു കൊടുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കുന്നത് പോലെ, താഴേക്ക് വീഴുന്ന പോലെ ആകാശത്തിന്റെ ഈ ശക്തികൾ, ഈ ദുഷ്ടപിശാചികൾ, അനേകരിന്ന് മന്ത്രവാദം ചെയ്യുന്ന, അനേകരിന്ന് തന്ത്രം ചെയ്യുന്ന, അനേകരിന്ന് ദൂതന്മാരെ ആരാധിക്കുന്നു, അനേകരിന്ന് മറ്റു പല വളഞ്ഞ വഴിയിലൂടെ വഴിക്ക് പോയി ആരാധിക്കുന്നു. അവരുടെ എല്ലാം ശക്തിയായിരിക്കുന്ന ഈ ആകാശത്തിന്റെ ശക്തി, വിവിധ പേരുകളിൽ നിന്ന് അറിയപ്പെടുന്ന ഈ ശക്തിയെ ദൈവം താഴെ ഇറക്കും. ഹല്ലേലൂയ. നമുക്ക് 2 പത്രോസ് 3:11 വായിച്ചേ.
കർത്താവിന്റെ ദിവസമോ ആ. കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ആ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആ ആകാശം ചുട്ടഴിവാനും ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകാനുമുള്ള മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതം വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണമെന്ന്. എല്ലാ പ്രശ്നത്തിനും കാരണം എവിടുവാ? ആകാശമാ. ഈ തിരമാല ശക്തമായിട്ട് ഇങ്ങോട്ട് കയറുന്ന എപ്പോഴാ? വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചാ? ആകാശത്തെ ആശ്രയിച്ചായിരിക്കുന്നു അല്ലേ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. എന്താ? നിനക്ക് ആകാശത്തിന്റെ ശക്തിയെ അറിയാമോ? വാക്യം ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. അതിന് ഭൂമിമേലുള്ള സ്വാധീനം നിനക്ക് ഗ്രഹിക്കാമോ? ഈ മുഹൂർത്തമൊക്കെ നോക്കുന്ന എന്താ കാരണം? എന്താ? ഈ ഭൂമിമേൽ ആകാശത്തിന്റെ ശക്തിക്ക് ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം അവന്റെ പദ്ധതി അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ തകിടം മറിയും. അവന്റെ പദ്ധതി അനുസരിച്ച് ലോകജാതികൾ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്ന മുഹൂർത്തം, കല്യാണത്തിന്, ഒരു വീട് വെക്കുമ്പോൾ, ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ആകാശത്തിന്റെ നിയമം അനുസരിച്ച് 9-ാം അധ്യായമാണോ നോക്കിയേ ഇയ്യോബിന്റെ പുസ്തകം? വായിച്ചേ. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകേരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നടത്താമോ? കണ്ടോ? ഈ മുഹൂർത്ത ആൾക്കാർ പറയുന്ന പാർട്ടി ഇതെല്ലാം അതിനകത്തുണ്ട്. വായിച്ചു. ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നു. അത് തന്നെ. ആകാശം ഏത് വാക്യം ഒന്ന് പറഞ്ഞേ? 38-ന്റെ 31. ആകാശത്തിന്റെ നിയമങ്ങളെ നീ അറിയുന്നു. അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ? ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദം ഉയർത്താമോ? അടിയങ്ങൾ വിടപെടുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാതെ കോണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാ, മനസ്സിൽ വിവേകം കൊടുത്തവനാ, ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകൊട്ട. മതി. 38-ന്റെ യെശയ്യാവ് 38-ന്റെ 8 വായിച്ചേ. ആകാശത്തിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാണ്. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോകും. യഹൂദ രാജാവായി ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം. അപ്പൊ ഈ ആകാശത്തിന് ശക്തിയുണ്ട് അല്ലേ? ഈ ശക്തി ഇളകും, ദൈവം ഇളക്കും. അത് ദൈവം ഇളക്കി തലയും കുത്തിയ താഴെ വീഴുന്നത് വരെ അതിലാശ്രയിച്ച് പലരും പോകും. നമ്മൾ മുഹൂർത്തം നോക്കിയിട്ടല്ല കല്ലിടുന്നത്, ആണോ? നമ്മൾ മുഹൂർത്തം നോക്കിയല്ല വിവാഹത്തിന് ആദ്യത്തെ ചുവട് വെച്ചിറങ്ങുന്നത്, ആണോ? അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞാൻ അത് വിശദീകരിച്ചോളാം. ദൈവത്തിന് സ്തോത്രം. ഇത് 38-ന്റെ അതിന്റെ 33 വായിച്ചേ. ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? ഹല്ലേലൂയ. അപ്പൊ ആകാശത്തിന്റെ ശക്തിക്ക്, ഈ ദുഷ്ടശക്തിക്ക്, ഈ ആകാശത്തിന്റെ ഭാവയ്ക്ക്, ഈ ആകാശ രാജ്ഞിക്ക് ഈ ഭൂമിമേലൊരു സ്വാധീനമുണ്ട്. അത് ജാതികളുടെ വഴി നിങ്ങൾ പഠിക്കരുത്. ജാതികൾ അത് കണ്ട് സഞ്ചരിക്കുക. ചെല്ലുണ്ടല്ലോ, പോകുന്ന യാത്രയിൽ ഒരു പൂച്ച വിലങ്ങം ചാടിയാൽ അവർ പുറകോട്ട് പോകും അല്ലേ? അവരും അങ്ങോട്ട് പോവുകയില്ല. പൂച്ച എന്ത് പറ്റി? പൂച്ച വിലങ്ങം ചാടിയത്. നമ്മൾ പോകുമ്പോൾ എത്ര പൂച്ചകളാണ് വിലങ്ങം ചാടിയിട്ടുള്ളത് അല്ലേ? നമ്മൾ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവതാളത്തിലാകുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഹിതമുള്ളത് നമുക്ക് കിട്ടിയിരിക്കും. അത് പൂച്ച ചാടിയാലും പൂച്ച ചാടിയില്ലേലും. ഹല്ലേലൂയ. പൂച്ചയല്ല, പുലി ചാടിയ പ്രശ്നമില്ല, ഉണ്ടോ? ഹല്ലേലൂയ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ടു
ആമേൻ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ അന്നു ഞങ്ങൾ ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആരാധിക്കുന്ന ദൈവജനത്തിന് ആകാശത്തിന്റെ ശക്തികൾ ബാധകമാകില്ല. അതുകൊണ്ടാണ് നാം മുഹൂർത്തം നോക്കാത്തത്. അതുകൊണ്ടാണ് നാം മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകാത്തത്. അതുകൊണ്ടാണ് ജ്യോത്സ്യന്റെ അടുക്കൽ നമുക്ക് പോകേണ്ട ഗതികേടില്ല. കാരണം നാം ആരാധിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ഏക ദൈവത്തെ ആരാധിച്ചാൽ നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്ന് വായിച്ചു യെശയ്യാ പ്രവചനം, അല്ലെ ഇയ്യോബിന്റെ പുസ്തകം 9:9 വായിച്ചേ. അവൻ സപ്തർഷി, മകയിരം, കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്രമണ്ഡലത്തെയും ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ആകാശത്തുള്ള ഈ പാട്ടുകളെയൊക്കെ ഉണ്ടാക്കിയതാരാ? യഹോവ. യഹോവ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ ഉണ്ടാക്കി വെച്ച ഈ സൃഷ്ടിയെ നമുക്ക് പോയി നമസ്കരിക്കേണ്ട കാര്യമില്ല. അതിന്റെ നിയമത്തെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അവയെ സൃഷ്ടിച്ചവന്റെ നിയമം പാലിച്ചു പോയാൽ മതി. ഹല്ലേലൂയ. വായിച്ചോ, താഴ്ത്തു വായിച്ചേ. അവൻ ആരാഞ്ഞു കൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. അവൻ എന്റെ അരികെ കൂടി കടക്കുന്നു. ഹല്ലേലൂയ. അവനെ കാണുന്നില്ല. അപ്പൊ സകലം ഉണ്ടാക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവര് ഈ സപ്തർഷികളെയും ഈ പാർട്ടികളെ ഒന്നും ആ പാർട്ടികളെ നിയമം അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ട കാര്യമില്ല. ആമോസ് 5:8 വായിച്ചേ. ആമോസ് 5:8. കാർത്തികയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിലെ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. ജീവനുള്ള ദൈവത്തെ നോക്കണം. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ മുഹൂർത്തം നോക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം പിശാചിനെയുള്ള ആരാധനയാണ്, പിശാചിന് കൊടുക്കുന്ന ആരാധനയാണ്. ആ മുഹൂർത്തങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആകാശത്തിന്റെ ശക്തികളും ആകാശ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചവനെ ആരാധിക്കുന്ന സൃഷ്ടിച്ചവനെ. അത് ഒരിക്കൽ പൗലോസ് യോന പറഞ്ഞു ഇല്ലേ? യോനയെ എടുത്ത് വെള്ളത്തിൽ യോന അനുസരണക്കേട് കാണിച്ച് കീഴോട്ട് പോയി. അനുസരണക്കേട് കാണിക്കുന്നവനല്ല അങ്ങോട്ടാ, കപ്പലിന്റെ അടിത്തട്ടിപ്പോയി. അവിടെ മുകളിൽ തല ഉയർത്തി നിൽക്കേണ്ടവനാ യോന അല്ലേ? അനുസരിച്ച് ഉള്ള യാത്രയായിരുന്നെങ്കിൽ അവിടെ അഭിമാനത്തോടെ നിൽക്കാം. അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നേരെ എങ്ങോട്ടാ പോയത്? ചരക്കുകളുടെ ഇടയിൽ പോയി കിടന്നു. തല ഉയർത്തി നിൽക്കാൻ പറ്റുകയില്ല. ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഏതവന്റെ അടുക്കലും തലപൊക്കി നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കള്ളത്തരോ തട്ടിപ്പും ദുർമാർഗവും തട്ടിപ്പും കാണിച്ചവന് തല ഉയർത്താൻ പറ്റില്ല. അങ്ങനെ അടിത്തട്ടിപ്പോയി. അപ്പൊ കപ്പലിൽ പ്രശ്നം ഉണ്ടായപ്പോൾ എന്താ ചോദിച്ചത്? എന്തെങ്കിലും ചോദിക്കട്ടില്ലേ? ആണോ? എന്താ ചോദിച്ചത്? ഒന്ന് വായിച്ചേ. യോനയുടെ പുസ്തകം തന്നെ എടുത്തു, ബാക്കിയൊന്നും പറയണ്ട. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷെ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു.
അനന്തരം അവർ വരുവിൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. ചീട്ട് യോനയ്ക്ക് തന്നെ വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു. നീ അതിന് ഉത്തരവാദി, അതുകൊണ്ട് നീ പറയണം. നിന്റെ തൊഴിലെന്ത്? ആദ്യം ചോദിച്ച ചോദ്യം എന്തുവാ? നിന്റെ തൊഴിലെന്ത്? പിന്നെ നീ എവിടെ നിന്ന് വരുന്നു? രണ്ടാമത്തെ കാര്യം, നീ എവിടുന്ന് വരുന്നു? പിന്നെ നിന്റെ നാട് ഏതാണ്? നീ ഏത് ജാതിക്കാരനാണ്? അതിനവൻ അവരോട്, കണ്ടോ, നീ ഏത് ജാതിക്കാരനാണെന്ന് അവസാനമാണ് ചോദിച്ചത് അല്ലേ? ജാതി ചോദിച്ചത് അവസാനമാണ്. പക്ഷെ അവൻ ആദ്യം പറഞ്ഞത് എന്തുവാ? ഞാനൊരു എബ്രായനാണെന്ന്. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന്. അവന്റെ തൊഴിലും അവന് എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവൻ അല്പം ചൂടേണ്ടതായിട്ട് വരും അല്ലേ? കാരണം ഞാൻ ഇങ്ങനെ വന്ന് കയറിയതാ. ഏതാ? ഞാൻ ദിവസം പ്രാർത്ഥിച്ചിറങ്ങി. എന്താ പ്രാർത്ഥിച്ചിറങ്ങിയത്? കർത്താവ് എവിടേക്ക് പോകാനാ പറഞ്ഞത്? നിനവേക്ക് പോകാൻ പറഞ്ഞു. അവിടെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. താനെന്ത് ചെയ്തു? കർത്താവ് അവിടുത്തെ, കാരണം അങ്ങനെ നിനവേക്ക് പോകാത്തതിന്റെ കാരണം എന്താ? അവിടെ ഉള്ള ജനങ്ങൾ ദുഷ്ടന്മാരാണെന്നാണ് വേറൊരു ഭാഗത്ത് പറയുന്നത്. ദുഷ്ടന്മാരുടെ അടുക്കൽ, കടാരമായിട്ട് നിൽക്കുന്നതിൻ്റെ അടുക്കൽ പോയി പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞത്. എന്നെ അതിന് കിട്ടുകയില്ല. അപ്പോൾ ആദ്യം തന്നെ തീരുമാനിച്ചു, ഞാൻ ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ളതാണ്. ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്നത് എന്താണോ അതേ കയറും അല്ലേ? അതിലോട്ട് കയറും. അങ്ങനെ ചെന്നപ്പോഴത്തേനും വേണ്ടേ എങ്ങോട്ട് പോകാനായിട്ടാ? പോകാനായിട്ടൊരു കപ്പൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിരിക്കുക. ചാടിക്കയറി, ടിക്കറ്റൊക്കെ എടുത്ത് ചാടിക്കയറി. അവന് കയറിയ പാടെ എങ്ങോട്ടാണ് പോയത്? മനുഷ്യരിക്കുന്നിടത്തൊന്നും അല്ല പോയത്. എങ്ങോട്ടാ? അവൻ താഴോട്ട് പോയി. ചരക്ക് കിടക്കുന്ന അടിയിൽ, ചരക്ക് സൂക്ഷിക്കേണ്ട ഇടയ്ക്ക് പോയി. ആരും അറിയാതെ അവിടെ ഇരിക്കുക. ടിക്കറ്റ് എന്ന് ചോദിച്ചാൽ ടിക്കറ്റ് ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകുന്നുള്ളേ ഉള്ളൂ അല്ലേ? അവരോട് ചോദിച്ചാൽ നീ എന്താ ആദ്യം ചോദിച്ചത്? നിന്റെ തൊഴിലാണ് ആദ്യം ചോദിച്ചത്. തൊഴിൽ ചോദിച്ചപ്പം അവൻ ആദ്യം പറഞ്ഞെന്തോ മറുപടി? അവന്റെ ജാതിയാ പറഞ്ഞു. ജാതി അവസാനം ചോദിച്ചു, അവസാനം പറഞ്ഞാൽ മതി. അതുകൊണ്ട് അവൻ ആദ്യം എന്ത് ചെയ്തു? ഞാനൊരു എബ്രായനാണ്. പിന്നെ പറഞ്ഞോ, കടലും കരയും ഉണ്ടാക്കിയ. അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങളൊക്കെ ഈ നിൽക്കുന്ന ഈ കപ്പൽ കിടക്കുന്ന ഈ കടലില്ലേ, ഈ കടൽ എന്റെ അപ്പന്റെ വകയാ. അല്ലേലൂയ! ഇത് എന്റെ അപ്പൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ അപ്പന്റെ അവകാശത്തിലാണ് നീയും ഞാനും ഒക്കെ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട്. ഒരു ശശികല എന്ന് പറഞ്ഞ അവരെല്ലാം ഇവിടുന്ന് ഓടിക്കണമെന്ന്. ഇതാരുടെ അവകാശമാണ്? ഇവിടെ ഒരു ദേവന്മാരുടെ അവകാശത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. സൃഷ്ടിതാവ് ഒരുവനാണെന്ന് നമുക്കറിയാം. അവന്റെ സൃഷ്ടിയുടെ മേൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മുടെ അവകാശത്തിൽ അവർ നിൽക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ? ഹല്ലേലൂയ! ഞാനൊരു എബ്രായനാണ്, കടലും കരയും സർവവും സൃഷ്ടിച്ചതായ സൃഷ്ടിതാവിന്റെ മകനാണ്, എന്റെ അപ്പന്റെ അവകാശമാണിത്. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ആരെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ധൈര്യശാലികളാണ് കേട്ടോ. ആരും പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ! കവീന്ദ്രഗോ എന്താ പറഞ്ഞത്? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഇനി അവൻ വിടുവിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഈ മണ്ണാങ്കട്ടയൊന്നും ഞങ്ങൾ ആരാധിക്കുകയില്ല. ഞങ്ങളുടെ മൂക്കിൽ ജീവശ്വാസം ഊതി തന്ന ഒരു തമ്പുരാനുണ്ട്, അവനെ മാത്രമേ ആരാധിക്കൂ. ഹല്ലേലൂയ! അപ്പോ ആമോസ് 5:8 ഒന്നുകൂടെ വായിച്ചു. കാർത്തികയെയും മകരത്തെയും സൃഷ്ടിക്കുകയും അന്തതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ പിടിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവരെ അന്വേഷിക്കുവിൻ. യഹോവ എന്നാവുന്നു അവന്റെ നാമം. ആരെ അന്വേഷിക്കണം? ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കണം. ആരാധിക്കേണ്ട ആരെയാണെന്നത് വീണ്ടും വചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ആരാധിക്കരുതെന്ന് പറഞ്ഞു. വിഗ്രഹത്തെ ആരാധിക്കരുത്, പുണ്യവാളന്മാരെ ആരാധിക്കരുത്, മാതാവിനെ ആരാധിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത്, സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കരുത്. ഹല്ലേലൂയ!
അതുപോലെ തന്നെ പിശാചിനെ ആരാധിക്കരുത്. പിശാചിന്റെ ആരാധനയിൽപ്പെട്ട ഒന്നാണ് ഈ മന്ത്രവാദവും ഈ മുഹൂർത്തം നോക്കുന്നതും ഈ ലോക ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കുന്നതുമെല്ലാം പിശാചിനെ ആരാധിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാ. നിങ്ങൾ ഭയപ്പെടേണ്ട. അത്രയും പ്രശ്നം ഉണ്ടായിട്ടും യോനയുടെ ആ ധൈര്യം ഞാൻ അവിടെ പറഞ്ഞു വെച്ചത് എന്താ? ഈ കടലൊക്കെ എൻ്റെ അപ്പൻ്റെ വകയാ. ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം ആരാ? അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊന്നല്ല, എൻ്റെ അപ്പൻ തന്നെ അതിന് കാരണം. അതെന്താ നിന്റെ അപ്പൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറയുമ്പോൾ വീണ്ടും പറയണം അത് ഞാൻ തന്നെയാ. അല്ലേ? അവൻ ഒറ്റ വാക്കുകൊണ്ട് എല്ലാം സമസ്തം എന്ന് പറഞ്ഞ് ഒപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ തൊട്ടാലേ, യഥാർത്ഥ ജീവിക്കുന്ന ദൈവമക്കളെ തൊട്ടാലേ അവിടെ ചിലതൊക്കെ സംഭവിക്കും. ചില നമ്മൾ മരിക്കുമായിരിക്കും, പക്ഷെ ചില സംഭവിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ വിശുദ്ധരായിട്ട് ജീവിച്ചാൽ മതി, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ചാൽ മതി. നോക്കേണ്ടവ കാര്യങ്ങള് നോക്കിക്കോളും. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ യാത്ര തിരിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങളും. നമ്മൾ ആത്മാഭിമാനത്തോടെ, ധൈര്യത്തോടെ, സുബോധത്തോടെ നമ്മൾ യാത്ര ചെയ്താൽ മതി. ബാക്കി കാര്യം അപ്പം നോക്കിക്കോളും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ചാണ് ഞാൻ ചെറുതായിട്ട്, അത് ദൈവം അനുവദിക്കുന്ന സന്ദർഭങ്ങളിൽ അത് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാം. ഇനി നമ്മൾ ആരെ ആരാധിക്കണം? ഒന്ന് വായിച്ചേ. യോഹന്നാൻ, സമയം വളരെ മുൻപോട്ട് പോയെന്ന് തോന്നുന്നില്ലേ? മുൻപോട്ട് പോയി. ഞാൻ നിർത്താം. 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയേക്കാം. വായിച്ചു. 4:23 വായിച്ചേ. സത്യനമസ്കാരികൾ ആരെ ആരാധിക്കണം? പിതാവിനെ. ഇനി ഒരു വാക്യം, പെട്ടെന്ന് ഒരു വാക്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ പോകണോ? പെട്ടെന്ന് വാ. സത്യനമസ്കാരികൾ ആരെ ആരാധിക്കണം? പിതാവിനെ ആരാധിക്കണം. അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിച്ചു. 95-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിച്ചേ. 95-6. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാണ്, അവന്റെ കൈക്കലെ ആടുകളും. അപ്പൊ ആരാധിക്കേണ്ടത് പിതാവിനെയാണ്, സൃഷ്ടിതാവിനെയാണ്, ദൈവത്തെയാണ്. പിതാവും സൃഷ്ടിതാവും ദൈവവും എത്ര പേരാണെന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതെല്ലാം വിരൽ ചൂണ്ടുന്ന ആരിലേക്കാ? യേശുവിലേക്ക് മാത്രമാ. അല്ലേ? ഒരിക്കൽ പീലിപ്പോസ് പറഞ്ഞു, പിതാവിനെ നിങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെ ആർക്കും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതേ യേശുവാ പറഞ്ഞത്, പിതാവിനെ നിങ്ങൾ ഇന്നു മുതൽ കണ്ടു. ഉടനെ തനിക്കൊരു സംശയം, പിതാവിനെ കണ്ടെന്നോ? നീ ഇവനെന്തായി പറയുന്നത്? ഉടൻ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, എന്നാൽ മതിയെന്നാ പറഞ്ഞില്ലേ? ഒന്ന് വായിച്ച യോഹന്നാൻ 14:7. നമുക്കറിയാവുന്ന വാക്യങ്ങളാ. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു എന്ന് പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നുവെന്ന്. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ല. മതി. ആരെ ആരാധിക്കേണ്ടത്? പിതാവിനെ ആരാധിക്കണം. പിതാവിനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ പിതാവിനെ അറിയണ്ടേ? അറിയാതെ പിതാവേ എന്ന് പറഞ്ഞിട്ട് ആരാധന ശരിയാവുമോ? പിതാവിനെ കാണിച്ചു തരണം, എന്നാലും അറിയുന്ന പീലിപ്പോസ് പറഞ്ഞു. പീലിപ്പോസിന്റെ പോസും ആ റവറണ്ട് എന്നൊക്കെയുള്ള പദവിയൊക്കെ കണ്ട് ടൈയൊക്കെ കെട്ടി ആ പോസ് കണ്ടാൽ, പീലിപ്പോസിന്റെ പോസ് കണ്ടാൽ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച ഭയങ്കര പണ്ഡിതനാണെന്നാ. പക്ഷെ ഇടപെട്ട് കഴിയുമ്പോൾ ഒരു ചുക്കും അറിയത്തില്ല. ആരാണ് പിതാവെന്ന് ചോദിച്ചാൽ
ഇവിടുത്തെ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് എഴുത്തു തരാൻ തന്റെ ഇടമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ. ഫിലിപ്പോസിന്റെ പോസ് പോലെയല്ല തന്റെ ഉള്ളിലെ ഇരിപ്പ്. പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ നിയമവും നിഗമനവും തൃത്വ ഒക്കെ അനുസരിച്ച് എന്ത് പറയണം? മക്കളെ, നിങ്ങൾ എന്താ ഇത്ര കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, പിതാവ് ആത്മാവാണ്, ദൈവം ആത്മാവാ. അതിപ്പോ കാണാൻ പറ്റിയല്ല. നമുക്ക് നിത്യത ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പം ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇപ്പം കിടന്ന് കൂടുതൽ കയ്യും കാലും ഇട്ട് അടിക്കണ്ട എന്നല്ലേ പറയേണ്ടത്. ഇപ്പം അടിച്ചാൽ നിനക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്നല്ലേ പറയേണ്ടത്. യേശു പറഞ്ഞ എന്തുവാ? ഞാൻ ഇത്രയും കാലം പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞ യേശു പറയാം, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലേ? എന്നെ കണ്ടപ്പോൾ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവ് ഒന്നാ. അവിടെ വെളിപ്പെടുത്തി. പിതാവിനെ ആരാ വെളിപ്പെടുത്തേണ്ടത്? ഇവിടുത്തെ തൃത്വ പെന്തക്കോസ്തുകാർ വെളിപ്പെടുത്തുമെന്നാണോ ബൈബിൾ വാക്യം? അല്ല. ആരാ വെളിപ്പെടുത്തേണ്ടത്? പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തുമെന്ന്. പുത്രനെ ആരാ വെളിപ്പെടുത്തേണ്ടത്? പിതാവ്. അപ്പൊ പുത്രൻ വെളിപ്പെടുത്തുന്ന വെളിപ്പാട് വേണം നാം. ആ വെളിപ്പാടിലൂടെ വേണം നാം പിതാവിനെ കണ്ടെത്താൻ. പുത്രൻ വെളിപ്പെടുത്തി, ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ വ്യവസ്ഥയിലാണോ ഇവിടുത്തെ പെന്തക്കോസ്തുകാര് പിതാവിനെ ആരാധിക്കുന്നത്? അതല്ലെങ്കിൽ തെറ്റി. തൃത്വത്തിൽ ഒന്നാമനെ അവൻ ആരാധിക്കുന്നത്. തൃത്വത്തിൽ ഒന്നാമൻ ബൈബിളിലെ പിതാവല്ല. തൃത്വത്തിൽ രണ്ടാമൻ ബൈബിളിലെ യേശുവല്ല. തൃത്വത്തിൽ മൂന്നാമൻ ബൈബിളിലെ പരിശുദ്ധാത്മാവല്ല. അപ്പൊ ഇവരൊക്കെ എവിടുത്തുകാരാ? ഒരിക്കലേ ഞാൻ ഒരാളോട് പറഞ്ഞു, യോഹന്നാൻ 10:30 വായിക്കാൻ പറഞ്ഞു. യോഹന്നാൻ 10:30 ഒന്ന് വായിച്ചേ. ഞാനും പിതാവ് ഒന്നാകുന്നു. മതി, അത്ര മതി ആൻറ്റി. അത് ഇപ്പോഴത്തെ 10:30 ഞാനും പിതാവ് ഒന്നാകുന്നു. പഴയ പുസ്തകത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പാകട്ടോ, പഴയ പുസ്തകത്തിനകത്ത് ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന അകത്താണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പഴയ പുസ്തകം ഉണ്ടെങ്കിൽ അത് കാണാം. അത് അങ്ങനെയാണോ? പിന്നെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല, അകത്താണ് ഇല്ലേ? അതിനകത്ത്. പുള്ളി പറഞ്ഞു പുള്ളി ഇത് വായിച്ചില്ല. ഇത് വായിക്കാതെ അത് വായിക്കാതെ അതിൻ്റെ മുകളിലും താഴെയും വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ലല്ലോ വായിക്ക്, അങ്ങനെ ഒരു വാക്യം ഇല്ല പക്ഷേ അത് തന്നെയാണ് വായിക്കുന്നത്. ഒരെണ്ണം പറഞ്ഞു ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കേ. ഓഹോ, അകത്ത് കിടക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ബ്രദറെ കണ്ടോ? ഞാനത് കണ്ടില്ല. അത് അകത്തുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, പുറത്തുള്ളവർക്ക് അത് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്നത്തെ ഇതിപ്പം സിസ്റ്ററിൻ്റെ പുസ്തകം മേടിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അതങ്ങനെ കിടക്കുന്നത് കാണാം. പെട്ടെന്ന് വായിക്കാൻ പറ്റുകയില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു. ഇപ്പോഴത്തെ നമ്മുടെ പുസ്തകത്തിൽ, എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനകത്തും അങ്ങ് വായിക്കാം. പഴയ പുസ്തകത്തിനകത്ത് അകത്തുള്ളവർക്ക് മാത്രം വായിക്കരുത് ഉള്ളതാണ്. ഇത് മനസ്സിലാക്കേണ്ടവർ മാത്രം മനസ്സിലാക്കുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവിലൂടെ അല്ലാതെ മറ്റൊരു പിതാവിനെ കാണിച്ചു തരാൻ ഇവിടുത്തെ ഒരു തൃത്വക്കാരനും ഒരു പണ്ഡിതനും ധൈര്യമില്ല. അവർക്ക് സാധിക്കില്ല. പുത്രൻ വെളിപ്പെടുത്തി, ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചു, ക്യാമറ വെച്ച്. ദൈവ ആത്മാവാണല്ലോ, അതിൻ്റെ ഫോട്ടോ എടുത്താൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരെ കിട്ടും? യേശുവിനെ മാത്രമേ കിട്ടുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിനൊരു രൂപമുണ്ട്, അതാരാ? അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരുമായി വസിക്കുന്നത്. അദർശനായ ദൈവത്തിൻ്റെ ദൃശ്യരൂപം യേശു ക്രിസ്തുവാണ്. അപ്പൊ പിതാവിനെ ആരാധിക്കുന്നവൻ ആരെ ആരാധിച്ചിരിക്കണം? യേശുവിനെ ആരാധിച്ചിരിക്കണം. യേശുവിനെ അറിഞ്ഞ് ആരാധിക്കാത്ത ഒരുവൻ ഒരു തൃത്വ പിശാചിനെ ആരാധിക്കുന്നത് അവൻ യഥാർത്ഥ സത്യപിതാവിനെ ആരാധിക്കുന്നില്ല. ഹല്ലേലൂയ. യഥാർത്ഥ സത്യപിതാവിനെ ആരാധിക്കുന്നില്ല. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ദൈവത്തെ ആരാധിക്കുക എന്ന് നമ്മൾ വായിച്ചു അല്ലേ? 95 സങ്കീർത്തനം 6 വാക്യം അല്ലേ? ഒന്നുകൂടെ വായിച്ചോ. ഈ പിതാവും
ദൈവം ഒന്നാണെന്ന് ബൈബിളിൽ തെളിവുണ്ട്, ധാരാളം തെളിവുണ്ട്. വായിച്ചു. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് 4:8 കിടന്ന് വായിച്ചു. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവരുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ അവിടെ ആരാധിച്ചതായിട്ടാ. എങ്ങനെ ആരാധിച്ചു? സൈന്യങ്ങളുടെ യഹോവ, അവിടെ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ആരാധിച്ച അതേ ആരാധന ഇവിടെ കാണുന്നത്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടെ ഇരിക്കുന്ന ആരാ? സിംഹാസനം ഇരിക്കുന്നവനെ ആരാധിക്കുന്നത്. ഇരിക്കുന്ന ആരാ? സർവശക്തിയുള്ള കർത്താവായ ദൈവമാ. അവൻ ആരാ? യേശുവാണെന്ന് എന്താ തെളിവ്? വായിച്ചു. അതിന്റെ 4-ാം അധ്യായത്തിന്റെ ഇത് എത്രാം വാക്യം വായിച്ചത്? 6-ാം വാക്യം. ഒന്നുപോലെ ഒന്ന് വായിച്ചേ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 3 വാതിലും തുറന്നിട്ടില്ല. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സ്വർഗത്തിൽ 3 സിംഹാസനമില്ല, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് പിതാവിനോട് സദൃശനെന്നല്ല, സൂര്യകാന്തത്തോടും പത്മരാഗത്തോ. സിംഹാസനത്തിന് നടുവിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. അവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനാണ്. നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ആ സൂര്യകാന്തം എന്ന് പറഞ്ഞാൽ അതിവെണ്ണയായ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു കല്ലിനെയാണ്, രത്നക്കല്ലിനെയാണ് സൂര്യകാന്തം എന്ന് പറയുന്നത്. പത്മരാഗം എന്ന് പറഞ്ഞാൽ കടും ചുവപ്പുള്ള രത്നക്കല്ലിനെയാ പത്മരാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് പിതാവാണെന്നല്ല പറയുന്നത്. പിന്നെയോ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവനെ കണ്ടിട്ട് വെണ്മയും ചുവപ്പുള്ളവനാ. ആരാ വെണ്മയും ചുവപ്പുള്ളവൻ? ഉത്തമഗീതം 5:10 വായിച്ചോ. ഉത്തമഗീതം 5:10. ഹല്ലേലൂയ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. എന്റെ പ്രിയനാണ് വെണ്മയും ചുവപ്പുമുള്ളവൻ, സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ യേശുവാണെന്ന് ഉത്തമഗീത കർത്താവ് പറയുന്നു. ഇനി യെഹെസ്കേൽ പ്രവചനം വായിക്കണ്ട. 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോഴും അത് യേശുവാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥത്തിൽ സിംഹാസനത്തിന് നടുവിൽ ആരിയ്ക്കുന്നു? യേശു ഇരിക്കുന്നു. ആ യേശുവിനെ അവർ ആരാധിക്കുന്നത് എങ്ങനെയാ? സൈന്യങ്ങളുടെ കർത്താവ്, ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. ആരൊക്കെ ആരാധിക്കുന്നു? 24 മൂപ്പന്മാരുണ്ട്. 12 പേര് പഴയ നിയമ വിശുദ്ധന്മാര്. പഴയ നിയമ വിശുദ്ധന്മാരായിട്ടുള്ള ദൈവസഭയ്ക്ക് പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രതിനിധിയാണ്. പിന്നെ 12 പേര് അപ്പോസ്തലന്മാര്. അത് പുതിയ നിയമസഭയുടെ പ്രതിനിധികളാണ്. പഴയ നിയമസഭയുടെ പ്രതിനിധിയും പുതിയ നിയമസഭയുടെ പ്രതിനിധികളും ആരാധിക്കേണ്ടത് ആരെയാ? യേശുവിനെ ആരാധിക്കണം. ആരാധിക്കേണ്ടത് വെണ്മയും ചുവപ്പുള്ളവനെ ആരാധിക്കണം. അതുകൊണ്ടല്ലേ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് ബൈബിളിൽ എബ്രായ ലേഖനം പറയുന്നത് എന്താ? അവരെ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. പ്രദീപ് എന്താ പറഞ്ഞേ? അത് തന്നെ. നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അവര് വിശ്വാസത്തിൽ മരിച്ചുവെങ്കിലും രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. പഴയ വിശുദ്ധന്മാർ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. രക്ഷാപൂർത്തി പൂർത്തി വരുത്തുന്നവൻ, രക്ഷയുടെ പൂർത്തി വരുത്തുന്നവൻ വിശ്വാസത്തിന്റെ നായകനും യേശുവാണ്. ഹല്ലേലൂയ. ആ യേശു അതിനുമായിട്ട് അതുകൊണ്ടാണ് നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി. എല്ലാവരും വിശ്വാസത്താൽ മരിച്ചു, അവർ നരകത്തിലൊന്നും പോകുകയില്ല.
പക്ഷേ നാം ഒന്നിച്ച് ആ വലിയ പദവിയിലേക്ക് ഒന്നിച്ചിരുത്താനായിട്ട് വരിക. അതാ 24 മൂപ്പന്മാർ അവിടെ നിൽക്കുന്നത്. Glory. Hallelujah. യേശുവിനെ ദൈവസഭ അറിഞ്ഞാരാധിച്ചാൽ ആരാധനയുടെ മഹത്വം വലുതാണ്. അവന്റെ മഹത്വം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അവൻ നമ്മളെ സമൂലം, അവൻ നമ്മളെ മാറ്റം വരുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, 10,000 പേര് പരമസുന്ദരനായ ഹല്ലേലൂയ. കണ്ടാൽ കൊതിരാത പ്രിയനെ പോൽ കണ്ടാൽ കൊതിരാത പ്രിയനെ പോൽ കണ്ടാൽ കൊതിരാത സുന്ദര ഹല്ലേലൂയ, ഗ്ലോറി. ഓ ഹല്ലേലൂയ. നല്ലൊരു സുന്ദരനെ നിൻ പ്രിയ എന്തു വിശേഷയോ, നല്ലൊരു സുന്ദരനെ നിൻ പ്രിയ എന്തു വിശേഷയോ, പ്രിയന്തു മറ്റുള്ള പ്രിയരിലെന്തുമേന്മാ നമ്മളെല്ലാവരും സന്തോഷത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആരാധനയോടെ നമ്മളായിരിക്കണം. ഞാൻ ഈ ഭാഗം സമയം മുൻപോട്ട് കൂടുതൽ പോയതുകൊണ്ട് ധാരാളം വിശദീകരണം ഇനി തരാനുണ്ട്. നാം ആരെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം, എപ്പോൾ ആരാധിക്കണം, ആ വിഷയത്തെക്കുറിച്ച് ഇനി ചിന്തിക്കാനുള്ളതാണ്. പിന്നാലെ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചിന്തിക്കാം. ഇന്ന് പകൽക്കാലം ഈ ഭാഗം ഇത്രയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു. അപ്പോൾ ആരാധിക്കേണ്ടത് ആരെയാണ്? പിതാവിനെ ആരാധിക്കണം. ആരാണ് പിതാവ്? യേശു. ആരാധിക്കേണ്ടത് ആരെ ആരാധിക്കണം? സൃഷ്ടിതാവിനെ ആരാധിക്കണം. സൃഷ്ടിതാവ് ആരാ? യേശുവ. എബ്രായലേഖനം വായിച്ചില്ല, 13:3 വായിക്കുമ്പോൾ എന്താ? നാം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് സകലവും അവന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. വചനം ആരാ? യേശു. വെളിപ്പാട് 19-ാം അധ്യായം വായിക്കുമ്പോൾ അവന് വചനമെന്ന് പേരുണ്ട്. യേശുവാണ് സകലവും സൃഷ്ടിച്ചത്. യേശു മാത്രമോ സകലവും സൃഷ്ടിച്ചത്? സൃഷ്ടിതാവിനെ ആരാധിക്കണം, യേശുവിനെ ആരാധിച്ചിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവൻ യേശുവിനെ ആരാധിച്ചിരിക്കണം. പിതാവിനെ ആരാധിക്കുന്നവൻ യേശുവിനെ ആരാധിച്ചിരിക്കണം. ആ നിലയിൽ വേണം നമ്മൾ ആരാധിക്കാൻ. അല്ലാതെ പിതാവിന് കുറച്ച് ആരാധന, പുത്രന് വേറെ കുറച്ച് ആരാധന 3ആയിട്ട് വെട്ടിമുറിക്കാൻ ഇവിടെ ഒരു പിശാചിനും കഴിയില്ല. അങ്ങനെ ആരാധന സ്വർഗത്തിൽ ചെല്ലുകയില്ല. ആരാധിക്കേണ്ടവനെ അറിഞ്ഞ് ആരാധിക്കണം. ആരാധിച്ചാൽ എന്തൊക്കെ ഗുണം ഉണ്ടെന്നും ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്ന് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ആരാധിച്ചില്ലെങ്കിൽ എന്താ ദോഷം, ആരാധിച്ചാൽ എന്താ ഗുണം, അത് എവിടെയാണ് ആരാധിക്കേണ്ടത്, എപ്പോഴാണ് ആരാധിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.